ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ലൈല ലുലു. അപ്പോൾ ഇതാ ഇന്ന് കൃഷീൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. കൃഷി എന്ന് പറഞ്ഞാൽ വലിയ തോതിലുള്ള കൃഷിയൊന്നുമല്ല കേട്ടോ. ഞാൻ കുറച്ച് പച്ചമുളകിൻ്റെ സീഡ്സ് വിതറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ നട്ട ചട്ടീൻ്റെ അകത്ത്. അപ്പോൾ അതിൻ്റെ അകത്ത് അത് ഒരു കൂട്ടായിട്ട് കിളിർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് നട്ടിടാം എന്ന് വിചാരിച്ചു. നടുക എന്ന് പറഞ്ഞാൽ പുറത്ത് കൊണ്ടുപോയിട്ട് മഴ കൊള്ളുന്ന സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് നടുവൊന്നുമല്ല കേട്ടോ. സെപ്പറേറ്റ് ആക്കി ചെറിയ ചെറിയ ടിന്നിലൊക്കെ ആയിട്ട് കെയർ ചെയ്തിട്ട് സൂക്ഷിക്കാമെന്ന് വിചാരിച്ചു. മഴ കഴിയുന്നതും അതിനൊക്കെ പുറത്തേക്ക് നടാമെന്ന് വിചാരിച്ചിട്ടാണ് എടുത്തുകൊണ്ട് പോകണത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൂട്ടായിട്ട് വെച്ചാൽ പിന്നെ അത് വളരാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ വേരൊക്കെ ഓടി നല്ല സ്വാതന്ത്ര്യത്തോടെ വളരണ്ടേ. അപ്പോൾ അതിനെ സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എടുത്ത് റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ താഴെ മണ്ണും കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനത് നടുന്നതിൻ്റെയൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും കാണുക കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുമ്പും പച്ചമുളകൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. അന്നൊക്കെ എനിക്ക് കുറേ പച്ചമുളക് കിട്ടിയിട്ടുണ്ട്. ഞാൻ പുറത്ത് കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ഒരാവശ്യം വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ ജോലിയും തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടുന്ന കാര്യങ്ങളൊക്കെ നിർത്തി വെച്ചതാണ്. പിന്നെ ഇപ്പം ഞാൻ വീണ്ടും ഫ്രീ ആയപ്പം ചെയ്തതാണ് കേട്ടോ. അപ്പം ഞാൻ വെയിലുള്ള സമയത്ത് കുറച്ച് മുളകിൻ്റെ സീഡ്സൊക്കെ ഇട്ട് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കിളിർത്ത് വന്നതാണ്. പിന്നെ ഇതിൻ്റെ മുമ്പ് ഇവിടെ വഴുതന, ചുരങ്ങ, പയർ, മത്തൻ, എന്തൊക്കെയോ അത്യാവശ്യം കുറേ സാധനങ്ങൾ ഇവിടെ നട്ടുപിടിപ്പിച്ചതാണ്. അന്ന് ഇവിടെ ആടും കോഴിയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊന്നും ഇല്ല. അപ്പം ഇവയ്ക്കൊക്കെ ഇടാനും വളവും കാര്യങ്ങളൊക്കെ അതും കുറവാണ്. നട്ടിട്ടും കാര്യമില്ല. ഇവയ്ക്ക് നമ്മൾ വളവും കാര്യങ്ങളൊക്കെ കൊടുത്ത് കെയർ ചെയ്യണം. എന്നാലേ ഇവയൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള ഫലം കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പച്ചമുളകിന് പിന്നെ അത്യാവശ്യം വലിയ കെയറും കാര്യങ്ങളും വളങ്ങളും ഒന്നും വേണ്ട. അത് അങ്ങനെ അങ്ങ് ഉണ്ടായിക്കോളും. എന്നാൽ വളം കൊടുക്കുകയും വേണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിനെ കൊണ്ടുപോയിട്ട് ചെറിയ ടിന്നുകളിലാക്കിയിട്ട് മഴ കൊള്ളാത്ത സ്ഥലത്ത് കെയർ ചെയ്തിട്ട് നട്ടിട്ട് കെയർ ചെയ്യാമെന്ന് കേട്ടോ വിചാരിക്കണേ. അതിൽ ഉണ്ടാകുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ മാറ്റി നടുകയും ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.